അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് ഫായിസാണ്. മദീനത്തുൽ അറബി കോളേജിൽ പഠിക്കുന്നു, ഫസ്റ്റ് ഇയർ. ഇന്ന് AI ഒരു കാലഘട്ടമാണ്. അപ്പം 2034, 40, 53 കാലഘട്ടത്തിൽ ആ AI ടൂള് ഇങ്ങനെ വികസിക്കുമ്പോൾ ഈ അറബി, ഈ ഓപ്പർച്യൂണിറ്റീസ് ട്രാൻസ്ലേഷൻ, പിന്നെ അതേപോലെ ടൈപ്പിങ്ങും, ഇതേപോലെ വലിയ വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്ന കാലത്ത് അത് അന്നത്തെ ഓപ്പർച്യൂണിറ്റി കുറയില്ലേ? ഇതാണ് ചോദ്യം. ഈ AI ഇപ്പം അടുത്തുണ്ടായിട്ടുള്ളൂ. അതിൻ്റെ മുമ്പ് ഒരു AI ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയോ? അള്ളാസ് ഇൻ്റലിജൻസ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എപ്പോൾ ഉണ്ടായത്? അള്ളാഹ് തന്നൊരു ഇൻ്റലിജൻസ് ഉണ്ട് നമുക്ക്. അതിനെക്കുറിച്ചാണ് അമാൻ സാർ നേരത്തെ സംസാരിച്ചത്, ഹ്യൂമൻ ഇൻ്റലിജൻസ്. അതിനെ അള്ളാസ് ഇൻ്റലിജൻസ് എന്ന് വിളിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നേരത്തെ ഇവിടെ പഴയ നിങ്ങളെ കൂട്ടത്തിൽ ഒരു 50-ലേറെ വയസ്സുള്ള ആൾക്കാർ ചോദിച്ചാൽ അറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം സമരം നടന്നത് കമ്പ്യൂട്ടറിനെതിരാണ്. പഴയ ആൾക്കാർക്ക് അറിയാം, നിങ്ങൾ പഴയ ഹിസ്റ്ററി പഠിച്ചു നോക്കിയാൽ മതി. കമ്പ്യൂട്ടർ വന്നാൽ ജോലി പോകുന്നതാണ് നാട്ടിൽ പ്രചരിപ്പിച്ചത്. എന്നിട്ട് കുറേ ആൾക്കാർ കമ്പ്യൂട്ടറൊക്കെ പിടിച്ച് നശിപ്പിച്ചു, തീയിട്ടു, കുഴിച്ചിട്ടു, കവറടക്കി. കമ്പ്യൂട്ടറിനെതിരെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഓർക്കുന്നുണ്ടാവും പഴയ ആൾക്കാരെ. ഇന്ന് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള എവിടെ അറിയോ? IT മേഖലയിലാണ്. അപ്പോൾ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ AI വന്നുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിഞ്ഞ് മാറ്റി ഫുള്ള് റോബോട്ടാവും, എല്ലാവരും ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാവുന്നൊന്നും ആരും വിചാരിക്കണ്ട. AI വരുന്നതോടുകൂടി അറബി ഭാഷയുടെ സാധ്യത കൂടി വരികയാണ്. നിങ്ങൾക്ക് അതിനുള്ള സ്കില്ലുണ്ടോ? നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു ഉപകാരമില്ല. അത് പുഴുങ്ങി ഉപ്പിലിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ 4 നേരം സേവിക്കാം. പേപ്പർ ക്വാളിഫിക്കേഷൻ കൊണ്ടൊരു കാര്യമില്ല. ക്വാളിറ്റി വേണം, സ്കില്ല് വേണം. വെറുതെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റീൽസും സ്റ്റോറിയും കണ്ട് സമയം കളയുന്നതിന് പകരം നിങ്ങളെല്ലാം ഇൻസ്റ്റഗ്രാമിൽ, വാട്സാപ്പിൽ, സ്നാപ്ചാറ്റിൽ, ഇനി നമുക്കറിയാത്ത കുറേ പാരലൽ വേൾഡ് ഉണ്ടാവും. നിങ്ങൾ തൊപ്പി ജനറേഷനാണ്, എനിക്കറിയാം നിങ്ങൾ എവിടെയൊക്കെയാണ് പോകണമെന്നുള്ളത്. എവിടെയൊക്കെ നിങ്ങൾ പോകുന്നുണ്ടോ അതൊക്കെ മലയാളം ഒഴിവാക്കിയിട്ട് എന്തിനാണ് വെറുതെ ഇങ്ങനെ ഈ മലയാളത്തിലുള്ള ഫുഡ് വ്ളോഗും മലയാളത്തിലുള്ള ട്രാവൽ വ്ളോഗും കണ്ട് ജീവിതം തുലക്കണേ? അത് നേരെ ഒന്ന് സ്വിച്ച് ഓവർ ചെയ്യുക. നിങ്ങൾ ഫുഡ് കണ്ടോളി, അറബി കണ്ടോളി, ഇംഗ്ലീഷ് കണ്ടോളി. നമ്മളുടെ എല്ലാം മലയാള അക്കൗണ്ടുകളും അൺഫോളോ ചെയ്തിട്ട് ആദ്യം നിങ്ങൾ ഇന്നെ ഫോളോ ചെയ്യട്ടോ. സ്വകാര്യമായിട്ട് പറഞ്ഞാണ്, സംഘാടകർ കേൾക്കണം. ഇന്നെ ഫോളോ ചെയ്താൽ തന്നെ ഞാൻ ആരൊക്കെ ഫോളോ ചെയ്യേണ്ടത് മനസ്സിലാവും. ലോകത്തുള്ള എല്ലാ ഘടകടിയന്മാരെയും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ഫോളോ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും ഏകദേശം. അപ്പോൾ ഞാൻ പറയണത് നിങ്ങളിതാണ്, അറബി ഭാഷക്കോ ജോലി സാധ്യതക്കോ ജീവിക്കാനുള്ള വഴിക്കോ ഒരു പ്രയാസം വരുന്നില്ല. കൂടുതൽ അവസരങ്ങൾ വരുന്നേ ഉള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ ചൊറിയും കുത്തി ഇരുന്നാൽ പോരാ, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, നന്നായിട്ട് സംസാരിക്കണം. നമ്മളൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ അവസരം കിട്ടിയവരാണ് സ്കൂളിൽ നിന്ന്. പിന്നെ എന്തിനാ അറബി കോളേജ് വന്നപ്പോൾ ഇംഗ്ലീഷ് പൂട്ടി വെക്കേണ്ട ആവശ്യം? ആ ഇംഗ്ലീഷ് നമ്മൾ നന്നായി ഷാർപ്പൻ ചെയ്യണം. ഈ MNCയിൽ അറബി ജോബിന് വേണ്ടി പോകുന്നതിനെ കുറിച്ച് സാറ് പറഞ്ഞില്ല. അറബി ജോബിന് വേണ്ടി പോകുമ്പോൾ അറബിയിലല്ല ചോദ്യം ഉണ്ടാവുക. ആദ്യത്തെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് HR ഇൻ്റർവ്യൂ ആണ്. അത് ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക. ആ ഇംഗ്ലീഷിൽ മണിമണി പോലെ ഉത്തരം പറയാൻ കഴിഞ്ഞാൽ പിന്നെ അറബിയിലേക്ക് പോകുള്ളൂ. പിന്നെയാണ് നിങ്ങളെ മാനേജർ ലെവലിലുള്ള ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷും അറബിയും ഒരേപോലെ നിങ്ങൾ പിടിച്ചാൽ, അത് നന്നായി സംസാരിച്ചാൽ, ഗ്രാമറും നെഹവൊക്കെ മറന്നേക്ക്, ഒരു പ്രശ്നമില്ല. എത്ര മിസ്റ്റേക്കും സംഭവിക്കാം, ഒരു കായികൻ്റെ പ്രശ്നം വരാൻ പോകണില്ല. ഗ്രാമർ എന്നുള്ളത് ഒരു വിഷയമല്ല. ഗ്രാമർ ആകെ വിഷയം വരുന്നത് ഗ്രാമറിൻ്റെ പരീക്ഷയ്ക്ക് മാത്രമാണ് ലോകത്ത് ആകെ ആവശ്യം വരുന്നത്. വേറെ എവിടെ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഗ്രാമറും നിയമങ്ങളൊക്കെ മറന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ സംസാരിച്ച് പഠിക്കുകയും, ഒരു വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത നാടന്മാരായ സാധാരണക്കാർ ഗൾഫിൽ പോയാൽ ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് സിമ്പിളായിട്ട് മണിമണിയായിട്ട് അറബി, ഇംഗ്ലീഷ്, ഉറുദു, ഹിന്ദി സംസാരിക്കും. നമ്മൾ 5 കൊല്ലം 7 കൊല്ലം പഠിച്ചിട്ടും നമുക്ക് അദ്ഹബു ഇല മേപ്പയൂർ എന്ന് പറയേണ്ടി വരും. അതാണ് അതിൻ്റെ പ്രശ്നം. ഷാബർ സാറ് പറഞ്ഞ പോലെ അതിലേക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, AI വരുന്നതോടുകൂടി ജോലി സാധ്യത യഥാർത്ഥത്തിൽ കുറയല്ല, കൂടുകയാണ് ചെയ്യുന്നത്. ഞാനൊരു 2 മാസം മുമ്പ് ഇപ്പോൾ എടുത്തിരുന്നൊരു വർക്ക് ഐമറിറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടി പാർട്ട് ടൈം ആയിട്ടൊരു ജോബ് ചെയ്തിരുന്നു. ജോബ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വിളിക്കുന്ന കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറയുന്നത് ദഅമൽ ഫന്നി, ദഅമൽ ഉമല എന്ന് പറയുന്ന കാര്യം, അത് ഇനി നമ്മുടെ സെൻറ്റിമെൻറ്റിലൂടെ അതിനെ 5 ഔട്ട് ഓഫ് 5 ആക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യുന്ന ഒരു ഫ്രഞ്ച് കമ്പനിയാണ് അത് ചെയ്തിരുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക, ഷാബ്ര സാർ പറഞ്ഞ പോലെ തന്നെ ഷർഖൽ ഔസത്ത് വശമാൽ ആഫ്രിക്ക എന്ന് പറയുന്ന ഏകദേശം 400 മില്യൺ ആളുകൾ ഉള്ള ഈ ഒരു റീജിയൻ, യഥാർത്ഥത്തിൽ അവിടെ സൂക്കിലേക്കും നൂനിലേക്കും വിളിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ അവരുടെ സെൻറ്റിമെൻറ്റ് നോക്കിക്കൊണ്ട്, ഇനി AI ആണ് അതിൻ്റെ സെൻറ്റിമെൻറ്റ് നോക്കുന്നത്, സെൻറ്റിമെൻറ്റ് നോക്കിക്കൊണ്ട് അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ 5 ഔട്ട് ഓഫ് 5 ആക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് അവരുടെ വോയിസും അതേപോലെ തന്നെ ചാറ്റും നോക്കിക്കൊണ്ട്
അതിൽ അവരെത്രമാത്രം കസ്റ്റമർക്ക് നൽകിയിട്ടുള്ള സപ്പോർട്ട്, എത്രമാത്രം റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രമാത്രം കറക്റ്റാണെന്നും എത്രമാത്രം കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്നും AI-യിലൂടെ ആളുകൾ കണ്ടെത്താൻ പോവാണ്. അപ്പോൾ AI-നെ സപ്പോർട്ട് ചെയ്യാൻ പോകണം. അങ്ങനെ ഉള്ളൊരു കാലത്ത് AI-യിലൂടെ അറബി ഭാഷ അറിയുന്ന എന്നെ ഇന്ത്യയിൽ നിന്ന് ഏകദേശം 2 ആൾക്കാരാണ് ആ പ്രോസസ്സിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ 2 ആൾക്കാരെ സെലക്ട് ചെയ്യാനുള്ള കാരണം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് മാത്രമല്ല, ഞാൻ എൻ്റെ മെയിൻ സബ്ജക്റ്റ് അറബി ആയതുകൊണ്ടാണ് ആ പ്രോസസ്സിലേക്ക് എന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് AI വരുന്നതോടുകൂടി ജോലി സാധ്യത ഒന്നുകൂടി കൂടുകയാണ്, കുറയുകയല്ല ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒറ്റ കാര്യം കൂടി പറയണേ, മോഡറേറ്റർ അനുമതിയോട്. ഇന്നലെ എനിക്ക് ഖത്തറിൽ നിന്ന് വന്നൊരു കോള്, 25 കാൻഡിഡേറ്റ്സിനെ വേണം കാനഡയിലുള്ള ഒരു കമ്പനിക്ക് വേണ്ടിയാണ്. അവർക്ക് പൂനെയിലോ ബാംഗ്ലൂരിലോ ഓഫീസിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം. 25 അറബി അറിയുന്ന, അറബി സംസാരിക്കാൻ പറ്റുന്ന കാൻഡിഡേറ്റിന് തരാൻ കഴിയുമോ? നിങ്ങൾക്ക് കോഴിക്കോട് നിങ്ങളുടെ ഓഫീസിൽ വെച്ച് ഇൻ്റർവ്യൂ നടത്താം, അതിനുള്ള എല്ലാ സംവിധാനവും ഞങ്ങൾ ഒരുക്കി തരാമെന്ന് പറഞ്ഞിട്ട് കാനഡയിലെ ഒരു കമ്പനി ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ. അത് ഈ പറയുന്ന AI-യും മറ്റ് ഭീഷണികളൊക്കെ ഉള്ള കാലത്താണ് ഇത്തരത്തിലുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് അവസരങ്ങൾ അറഞ്ചം പുറഞ്ചം തയ്യാറാണ്, നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ളവർക്ക് പറയാനുള്ളത്. ബാക്കി മോഡറേറ്റർ പറയും. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ സെഷൻ അവസാനിക്കുകയാണ്. നമ്മൾ വ്യത്യസ്ത അറബി കോളേജുകളിൽ നിന്ന് അറബി ഭാഷ തിരഞ്ഞെടുത്ത് പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അറബി ഭാഷയുമായി നമുക്ക് ഏതൊക്കെ ലെവലിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ ഈ അതിഥികളിൽ നിന്ന് നമ്മൾ കേട്ടത്. നമ്മുടെ പ്രഥമ ഉത്തരവാദിത്തം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പഠനവും അതിൻ്റെ പ്രചരണവുമാണ്. അതിന് സഹായകരമാകുന്ന രൂപത്തിൽ നമ്മുടെ പാരത്രിക ജീവിതം സാർത്ഥകമാകുന്ന രൂപത്തിലുള്ള കരിയർ തിരഞ്ഞെടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ദീനി പ്രചരണത്തിന്, നമ്മുടെ ദീനി പഠനത്തിന് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുകൂടിയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സെഷൻ ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം. ഇനിയും നിങ്ങൾക്കുള്ള സംശയങ്ങളും നിങ്ങളുടെ കൺഫ്യൂഷനുകളും ഒക്കെ ഈ അതിഥികളുമായി നിങ്ങൾക്ക് ഒക്കെ ബന്ധപ്പെടാൻ കഴിയും, MSM-മായി നിങ്ങൾക്കതിന് ബന്ധപ്പെടാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഇഹലോകത്തും പരലോകത്തും നന്മ പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.